ഇന്ന് നമുക്ക് കിഡിലൻ ടേസ്റ്റിൽ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആദ്യം ചെയ്യണം. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫാണ് ഇട്ട് കൊടുക്കണത്. ബീഫ് വേവിച്ചത് വെറുതെ വേവിച്ചതല്ല കേട്ടോ, നമ്മളതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് വേവിച്ചതാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊക്കെയാണ് ബീഫ് വേവിച്ചത്. ഞാനിവിടെ തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച കാരണമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ വേവിച്ച ബീഫ് നമ്മൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക ചെയ്യണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള ബീഫാണല്ലോ. ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. നമ്മൾ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അങ്ങനെ ദേ തിരിച്ച് മറിച്ചൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും കേട്ടോ. എന്നിട്ട് നമ്മളത് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇറക്കാൻ നേരം നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം തന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ, അത് ഓപ്ഷണലാണ്, ഗരം മസാല ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോളൂ കേട്ടോ. ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീഫിന് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അത് നമുക്കവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതേ പാൻ തന്നെയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരട്ടെ. ഇനി പെരിഞ്ജീരകം ഇങ്ങനെ തന്നെ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെരിഞ്ജീരകം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോഴേക്കും നമ്മൾ 1-2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഈ സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായി വാടി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മിക്സാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചില്ലേ ബീഫ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ഫ്രൈ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്